ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ താരം കപ്പയാണ് കേട്ടോ. കപ്പ കൊണ്ട് നമ്മളൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഈ പുട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ വേറെ രീതിയിലാണ്, ഇലയിലാണ്, വാഴ ഇലയിലാണ് നമ്മൾ ഈ പുട്ട് ചുടുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റർ ഇല്ലേ നമ്മുടെ ഇലയുള്ള ആ ഗ്രേറ്ററിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഉണ്ടോ, ഇതേപോലെ നമ്മൾ ഈ കപ്പ ഫുള്ളും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫുൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതിലൊരു വെള്ളം ഉണ്ടാവും. കണ്ടോ, വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അത് അങ്ങനെ നിന്നോട്ടെ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടണം. നമുക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇട്ട് അത് എത്രത്തോളം വേണോ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇട്ട് ഈ വെള്ളത്തിൻ്റെ ഇത് അംശം മുഴുവനെയും ഇതിന് പോകണം. നമ്മൾ പുട്ടിന് തിരുകണ പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആ അരിപ്പൊടി ആവുന്ന രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ വരണം. ആ ഒരു പരിവ് പോകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അരിപ്പൊടി മൊത്തത്തിൽ 2 കപ്പ് ഇട്ടിട്ടോ. അപ്പോൾ ഇപ്പം ഡ്രൈ ആയി, നമ്മുടെ ആ കപ്പയുടെ വെള്ളമൊക്കെ പോയി അത് ഡ്രൈ ആയിട്ട് കിട്ടണം. ഈ ഒരു രീതിയിൽ വേണം വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വീഴണം. വിട്ടു അത് കഴിയുമ്പോ ഇത് വാഴയിൽ ഇത്തിരി വെട്ടിക്കൊണ്ടുപോവാ കേട്ടോ. ഇപ്പം നമ്മൾ പുട്ടെല്ലാം കുഴച്ച് നല്ല റെഡി ആക്കിയിട്ട് കപ്പപ്പുട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്, പുട്ടിനുള്ള ആ പരുവത്തിന്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റാം. ഒപ്പം ഞാൻ പുട്ടിന് വേണ്ടിയുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറ്റിയിട്ട് വാഴയില എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കണമെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമുക്ക് വാഴയില വാട്ടി ഇതുപോലെ ഒരു പീസായിട്ട് നമ്മൾ എടുക്കണം. ഇതെന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഒരു റോള് പോലെ കണ്ട ഈ ഒരു രീതിയിൽ എടുക്കാം. അതിനുശേഷം ടൂത്ത് പിക്സ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വാഴയില വാട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലത്, കീറി പോവില്ല. ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വാഴയില കണ്ട ഇതേപോലെ ചുറ്റി കുറച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മൾ ഒരെണ്ണം എടുക്കാം. എന്നിട്ടത് നേരെ ഇതുപോലെ നമ്മളൊരു കട്ടിംഗ് ബോർഡിലും എല്ലാം വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കപ്പയുടെ ഇത്, നമ്മൾ നോർമലി പുട്ടിടുന്ന പോലെ തന്നെ ഫില്ല് ചെയ്യില്ലേ പുട്ടുകുടത്തിൽ, അതേപോലെ തന്നെ ചെയ്യുക. തേങ്ങ ഇടുക, പിന്നെ കപ്പയുടെ ഇതിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് തേങ്ങ ഇടാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് കപ്പയുടെ ഇതിട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇടാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ എത്രത്തോളം ഇടുന്ന അതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കിയാൽ കണ്ടോ, ഫില്ലായിട്ട് കറക്റ്റ് ഇതായിട്ട് താഴെയൊന്നും പോവാതെ ഈ രീതി തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ 4 എണ്ണം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയേറ്റാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവിയേറ്റാൻ എടുക്കുന്ന ആ പാത്രം ഇതുപോലെ ഒന്ന് തട്ട് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് ഓരോന്നും ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പം 4 നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ആവി വന്ന ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് മൂടി ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇവിടെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കപ്പ പുട്ട് റെഡി. അതും വാഴയില ചുട്ടത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വാഴയില കപ്പ പുട്ട് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഓരോന്ന് എടുക്കുന്നത് നല്ല ചൂടിട്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ പുട്ട് സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കിട്ടു ഫ്രണ്ട്സ്? അപ്പൊ നമ്മുടെ പുട്ട് കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. കണ്ടിട്ട് എങ്ങനെ കിട്ടു? കുഴപ്പമില്ലല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ? ഇലയൊന്ന് മാറ്റട്ടെ. ഇല മാറ്റണോ മോനെ? ഇല മാറ്റിണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ സൈഡ്. ഇപ്പൊ ഞങ്ങൾ മീൻകറി എടുത്തിരിക്കുന്നത്. മീൻകറി ഒന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീൻ കറി ഇല്ലാതെ ഒരെണ്ണം കഴിച്ചു നോക്കിയ മോനെ എങ്ങനെയുണ്ടെന്ന്. പുട്ട് മാത്രം നല്ല. ആദ്യം ഞാൻ മീൻകറി ഇല്ലാതെ വെറും പുട്ട് മാത്രം ഒന്ന് എങ്ങനെയുണ്ട് നോക്കാം കേട്ടാ. ഫ്രണ്ട്സ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ട് മീൻകറി കൂട്ടി കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കപ്പപ്പുട്ട് ടേസ്റ്റ് ചെയ്യാത്തവർ, ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. വെറൈറ്റി, നമ്മളെപ്പോഴും പുട്ടുവടത്തിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വാഴയിലയിൽ ഇതേപോലെ പുട്ടായിട്ട് നമുക്ക് ചെയ്തിടുമ്പോൾ കാണുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒരു എന്താ കഴിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരിത്. അപ്പൊ അവര് കഴിച്ചോളും. നമുക്കിത് മീൻകറിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ, കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. എങ്ങനെയുണ്ട്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ പറ്റും. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും വിട്ടൊരു പറയാനുണ്ടോ? സംഭവം പൊളി. അപ്പൊ നമ്മുടെ കപ്പപ്പുട്ട് ഓക്കെ ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ഓക്കെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.